ഗാസയിൽ ഉടനെ വെടിനിർത്തുമോ എന്ന ചോദ്യത്തിന് എൻ്റെ അഭിപ്രായത്തിൽ ഇല്ല എന്നാണ് ഉത്തരം. കാരണം ഗാസയിൽ ഇസ്രായേൽ വെടിനിർത്തിയാലും ഇല്ലെങ്കിലും ഗാസയിൽ നിന്ന് വലിയ തിരിച്ചടികൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളില്ല. ആകെ അവർക്ക് ചെയ്യാൻ കഴിയുന്നത് ബന്ദികളെ വിടാതിരിക്കുക എന്നുള്ളതാണ്. അത് ചെയ്യുമായിരിക്കും. പക്ഷേ അവിടെ നിന്ന് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന, ഇസ്രായേലിന് അസ്വീകാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന മിസൈലുകൾ വരുവാനുള്ള സാധ്യതയില്ല. ഇനി ഏതെങ്കിലും അയൽപക്ക രാജ്യങ്ങൾ അതിൽ ഇടപെട്ട് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള സാധ്യത കുറവാണ്. നിഴൽ സംഘങ്ങളെല്ലാം തന്നെ ഒരു പരിധിവരെയെങ്കിലും നിർവീര്യമാക്കപ്പെട്ടു കഴിഞ്ഞു. ഇറാനും ഇസ്രായേലും തമ്മിലൊരു വെടിനിർത്തൽ ഉള്ളത് കൊണ്ട് ഇറാനും ഇനി ഒരു ആക്രമണം ഗാസയുടെ പേരും പറഞ്ഞ് ഇസ്രായേലിനെ ആക്രമിക്കാൻ സാധ്യത കുറവാണ്. പിന്നെ ഹുതികൾ വേണമെങ്കിൽ അവർക്ക് അതിനുള്ള ശേഷികൾ ഉണ്ടെന്ന് തോന്നുന്നു, അവർ ചിലപ്പോൾ ചെയ്യുമായിരിക്കും. അപ്പം ഇസ്രായേൽ ഗാസയുമായ കാര്യത്തിൽ കുറച്ചും കൂടെ ശക്തമായൊരു നിലപാട് വേണമെങ്കിൽ അവർ എടുക്കാവുന്ന സാഹചര്യമാണ്. പക്ഷേ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ട് ഇസ്രായേലിനും ഇറാൻ അയച്ച ബോംബിൽ നിന്ന്. അതിൽ നിന്ന് ജനങ്ങളെയൊക്കെ ഒന്ന് അവരുടെ സൗകര്യങ്ങളൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഇനി ഗാസയിൽ ഉടൻ വെടിനിർത്തുമെന്ന് പറയുമ്പോഴും ഈ ബന്ദികളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകാതെ വെടിനിർത്തൽ ഉണ്ടാവില്ല. അത് ട്രംപ് കൊണ്ടുവരികയാണെങ്കിൽ വെടിനിർത്തൽ ഉണ്ടാവും. മറ്റൊന്ന്, വലിയ തിരിച്ചടി ഹമാസിന്റെ ഭാഗത്ത് ഉണ്ടാകാൻ സാധ്യതയില്ലാത്തത് കൊണ്ടും ഇസ്രായേൽ മുന്നോട്ട് വെച്ചിട്ടുള്ള ഗാസയിലെ ഭരണം ഹമാസ് പൂർണ്ണമായി അവിടെ ഒഴിയണമെന്നുള്ള പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളതായതുകൊണ്ടും അത്ര എളുപ്പത്തിൽ വെടിനിർത്തലിലേക്ക് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇനി ഈ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ വെടിനിർത്തിയതുപോലെ എന്തെങ്കിലും രഹസ്യ ധാരണകളോ കരാറുകളാണോ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇത് പറയുന്നതെന്നും നമുക്കറിയില്ല. അതുകൊണ്ട് ട്രംപിൻ്റെ പ്രഖ്യാപനം എൻ്റെ അഭിപ്രായത്തിൽ റഷ്യ യുക്രൈൻ പ്രഖ്യാപനം അന്തരീക്ഷത്തിലായതുപോലെ ഇതും വളരെ പെട്ടെന്നൊരു വെടിനിർത്തലിലേക്ക് പോകുമെന്ന് കരുതുന്നില്ല. ക്രമേണ ചിലപ്പോൾ സംഭവിച്ചേക്കാം എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ.